നമ്മള് എല്ലാരും എന്റെ കസിൻസ് ആണെങ്കിലും എല്ലാരും ഞങ്ങള് പഴയ സോങ്സിനെ കേൾക്കാറ് 90s-ലും 80s-ലും മലയാളം സോങ്സിനെ കേൾക്കാറ്. ഇപ്പൊ ഞങ്ങള് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും എന്താ ഇളയനില എന്ന് പറഞ്ഞ തമിഴ് പാട്ട് കേട്ടിട്ട് വരണേ. അതൊരു ഫീലാണ് പഴയ വിന്റേജ് സോങ്സ്. എനിക്ക് കാതിൽ തേൻമഴ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ പഴയ കോച്ചിന്റെ കോളർ ട്യൂൺ ആയിരുന്നു അത്. പുള്ളിനെ വിളിക്കുമ്പോഴൊക്കെ ഇത് കേട്ട് കേട്ട് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കുന്ന പാട്ടാണ് കാതിൽ തേൻമഴ. പക്ഷേ എപ്പോഴും നമുക്ക് ഈ 80s-ഉം 90s-ഉം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ജെൻസി ഒക്കെ വരുന്ന സമയമാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ ഇപ്പം ജെൻസി ആയാലും മില്ലേനിയൽസ് ആണെങ്കിലും ഒക്കെ തന്നെ ശരിക്കും എൻജോയ് ചെയ്യും അല്ലേ ഈ 80s-ഉം 90s-ഉം പാട്ടുകൾ എന്ന് പറയുമ്പോൾ? ഞാൻ ജെൻസി ആയിരിക്കും, 98 ആണ് പോകണം. ജെൻസി ആണെങ്കിലും നമ്മുടെ മൈൻഡൊക്കെ അവിടെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കണ പാട്ടുകളൊക്കെ നമ്മൾ ഇക്കന്മാര് കേൾക്കണ പാട്ടുകളോ നമ്മൾ കേൾക്കുക. അപ്പൊ അവർക്ക് ആ കണക്ഷനാണ് നമുക്ക് കിട്ടുക. നമ്മളായിട്ട് അല്ല നമ്മൾ പാട്ട് ചൂസ് ചെയ്യണേ. ഞാൻ എന്റെ ബ്രദേഴ്സൊക്കെ കേൾക്കണത് പാട്ടുകളാണ് ഞാൻ എന്റെ ഫേവറേറ്റ് പാട്ടുകളായിട്ട് വരുന്നത്. നമ്മള് പഴയ പാട്ടുകൾ തന്നെയാണ് അധികം നമ്മുടെ ഫേവറേറ്റ്. ഞാൻ എപ്പോഴും പറയാൻ പറ്റും 2010 സ്റ്റെക്കാണ്. യാലി, അതുപോലെ ഇക്കോൺ, എമിനം, ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മളെ ഫേവറേറ്റ്. ഇപ്പൊ ഇറങ്ങിയ ആൾക്കാരൊക്കെ നമുക്ക് സെക്കൻഡറി ആണ്. അല്ല ഇപ്പൊ വരുന്ന പാട്ടുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മറക്കാനുള്ള ഒരു മറന്നു പോകും. പക്ഷെ അതൊന്നും ഈ യാലിയൊന്നും ഒരിക്കലും മറക്കില്ല. യാലി ഫോർ എവർ നമുക്ക് ഉള്ളിലുള്ള സാധനം അതൊക്കെ.